Next, supervised machine learning algorithm, support vector machine. അപ്പോൾ സപ്പോർട്ട് വെക്ടർ മെഷീൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോർട്ട് വെക്ടർ മെഷീൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണ്. ഇത് നമുക്ക് ക്ലാസിഫിക്കേഷൻ ടാസ്കിനും റിഗ്രഷനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് മെയിൻലി ഫോക്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ടാസ്കുകൾക്കാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ റിഗ്രഷൻ യൂസ് ചെയ്തിട്ട് റിഗ്രഷൻ ടൈപ്പ് ഡാറ്റയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്പോർട്ട് വെക്ടർ മെഷീനിൽ സപ്പോർട്ട് വെക്ടർ ക്ലാസിഫയർ അതായത് SVCയും സപ്പോർട്ട് വെക്ടർ റിഗ്രഷറും ഉണ്ട്. അതായത് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലത്തിന് നമ്മൾ സപ്പോർട്ട് വെക്ടർ മെഷീൻ എന്ന അൽഗോരിതത്തിന്റെ ക്ലാസിഫയർ ആയ SVC ആണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ റിഗ്രഷൻ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ SVR ആണ് യൂസ് ചെയ്യുന്നത്, സപ്പോർട്ട് വെക്ടർ റിഗ്രഷൻ. അപ്പോൾ SVM കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ടാസ്കുകൾക്കാണ്. അപ്പൊ ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. ഇപ്പൊ നമ്മളൊരു റൂമില് 2 ടൈപ്പ് ഓഫ് ടോയ്സ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഇങ്ങനെ വിതറി ഇട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ടൈപ്പ് ഓഫ് ടോയ്സിനെ സെപ്പറേറ്റ് ചെയ്യണം, മാക്സിമം സെപ്പറേറ്റ് ചെയ്യണം, രണ്ടിനെയും 2 സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്യണം. നല്ല രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്കൊരു ഡിസിഷൻ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം, ഒരു ലൈൻ വരച്ച് സെപ്പറേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലൈൻ വെറുതെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, അതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അതായത് നമ്മൾ ആ ലൈൻ വരയ്ക്കുമ്പോൾ ആ ഒരു 2 ഗ്രൂപ്പും ആ ലൈനിൽ നിന്ന് മാക്സിമം ദൂരെ ആയിരിക്കണം, മാക്സിമം അകലം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 2 ക്ലാസ്സിലെയും അടുത്തുള്ള ഡാറ്റ പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്തുള്ള ടോയ്സ് നമ്മളിപ്പോൾ 2 ഗ്രൂപ്പ് ആക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കുറച്ച് ടോയ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാറിന്റെ ടോയും അതുപോലെ തന്നെ ഒരു ടെഡി ബെയർ ഉണ്ട്. നമുക്ക് കാറിന്റെ ടോയിനെയും ടെഡി ബെയറിനെയും ക്ലിയർലി നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം ഒരു ലൈൻ വരച്ച്. പക്ഷെ ഇവിടെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ലൈൻ നമുക്ക് എവിടെ വേണമെങ്കിലും വരച്ച് സെപ്പറേറ്റ് ചെയ്യാം, പക്ഷെ ആ ഒരു ലൈൻ ഈ ഒരു 2 ഗ്രൂപ്പിൽ നിന്നും മാക്സിമം അകലെ ആയിരിക്കണം. ഈ 2 ഡാറ്റ പോയിന്റ്സിൽ നിന്നും അകലം എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിലേക്കുള്ള ദൂരം മാക്സിമം അകലമായി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ ഒരു സപ്പോർട്ട് വെക്ടർ മെഷീൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഗോൾ എന്ന് പറയുന്നത് ബെസ്റ്റ് ബൗണ്ടറി, ആ ഒരു ബൗണ്ടറിനെ നമുക്ക് ലൈൻ അഥവാ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയാൻ പറ്റും, അത് കണ്ടുപിടിക്കുക എന്നതാണ് ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ലൈൻ വരച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് y = mx + c എന്ന ലൈനിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ ലൈൻ വരയ്ക്കാം നമുക്ക്. അപ്പൊ അതിന്റെ ഗോൾ എന്താണ്? ഈ 2 ഗ്രൂപ്പിലെ ഡാറ്റ പോയിന്റ്സ് തമ്മിൽ മാക്സിമം അകലം ഉണ്ടായിരിക്കണം ആ ഒരു ലൈനിൽ നിന്ന്. അതിനെ നമുക്ക് മാർജിൻ എന്ന് പറയും. അപ്പൊ മാർജിൻ മാക്സിമം അകലെ ആയിരിക്കണം, അതാണ് അതിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതുപോലെ 2 ടൈപ്സ് ഓഫ് ടോയ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഏതാണ് ബെസ്റ്റ് ബൗണ്ടറി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോന്ന് വരച്ചിങ്ങനെ നോക്കാം. ഇതിലെ ലൈൻ എന്ന് പറയുന്നത് മാക്സിമം ഈ ഒരു ഡാറ്റ പോയിന്റും ഈ ഒരു ഡാറ്റ പോയിന്റിൽ നിന്നും മാക്സിമം അകലെയുള്ള ഒരു ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലൈനിന്റെ ഈ ഡാറ്റ പോയിന്റ് ഈ ലൈൻ തമ്മിൽ അധികം അകലമൊന്നുമില്ല അല്ലെ. അപ്പൊ ഈ ഒരു 2 ഡാറ്റ പോയിന്റ്സും തമ്മിൽ, അതായത് ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അടുത്തുള്ള 2 ടോയ്സ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ അടുത്തുള്ള 2 ടോയ്സ് ഈ ഗ്രൂപ്പിൽ നിന്ന് അടുത്തുള്ള 2 ടോയ്സ്, ഇതിനെ പറയുന്നതാണ് സപ്പോർട്ട് വെക്ടേഴ്സ്. ഇതിൽ നിന്നും മാക്സിമം അകലെ ആയിരിക്കണം ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഈ 2 സപ്പോർട്ട് വെക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ ബൗണ്ടറി തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഉള്ള അകലം മാക്സിമം ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓരോ ലൈൻ, അപ്പോൾ ഇത് ഓക്കെ, ഈ ഒരു ലൈൻ നോക്കിക്കേ, ഈ ഒരു ലൈനും അതെ, നമുക്ക് മാക്സിമം അകലമുണ്ടല്ലേ. അപ്പൊ ഇതിൽ നിന്ന് ബെസ്റ്റ് ഏതിനാണോ മാക്സിമം മാർജിൻ ഉള്ളത്, മാക്സിമം ഡിസ്റ്റൻസ് ഉള്ളത്, ആ ഒരു ലൈനാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ ഒരു ലൈൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ബൗണ്ടറി നമുക്ക് മേക്ക് ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അടുത്തുള്ള ഈ 2 ഡാറ്റ പോയിന്റ്സ് ആണ്. അപ്പൊ അടുത്തുള്ള ഈ ഡാറ്റ പോയിന്റ്